ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന അയില വെച്ചിട്ട് നല്ല ഇടുക്കി സ്റ്റൈലൊരു അയിലക്കറിയാണ് കേട്ടോ. ഒരു കഷ്ണം എടുത്ത് തക്കടുവിനെ വറക്കാൻ വേണ്ടി മാറ്റി വെച്ചു. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് എണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് അതിനകത്ത് തിരുമ്പിയിട്ട് അവൾക്ക് വറക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് പോകാം. കഴുകി വെച്ച് മീനെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 1/2 കിലോ മീനായിട്ടുള്ളത്. ചീഞ്ചട്ടി വെച്ചു, ഓയിൽ ഒഴിച്ചു, കടുക് ഉലുവയും കൂടി ഇട്ട് ഒന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. കടുക് പൊട്ടി ഉലുവയുടെ കളറൊക്കെ മാറി വരുമ്പോൾ അരിഞ്ഞ് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3ഉം അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ. അത് ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മെയിൻ സാധനമാണ് കേട്ടോ നമ്മുടെ ചെറുള്ളി. 150 ഗ്രാമോളം ചെറുള്ളി ഉണ്ടാവും കേട്ടോ. അത് തൊലി കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്ത് 2 പീസായി കട്ട് ചെയ്തതാണ് കേട്ടോ. ഇനി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കളറെല്ലാം ചേഞ്ചായി വരുന്ന സമയത്ത് ഇതിൽ തക്കാളി ഒന്നും ആഡ് ചെയ്യില്ല കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി അങ്ങനെയൊന്നും ചേർത്തില്ല. ഒരു ഫിഷ് മസാല, ആച്ചിയുടെ ഫിഷ് മസാലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മെയിൻ സാധനം കുടംപുളി. ചൂടുവെള്ളത്തിൽ ഒരു മണിക്കൂറോളം കുതിർത്തി വെച്ച കുടംപുളി, ഒരു 4 കുടംപുളി ഉണ്ട് കേട്ടോ. അത് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായി തിളയ്ക്കാൻ വേണ്ടി വിടാം. അതിലേക്ക് ഇതേ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കിയ ശേഷം അടച്ച് വെച്ച് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇത് നന്നായി തിള വന്നിട്ടുണ്ട്. തിള വരുന്ന സമയത്ത് നമുക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ഓരോന്നായി ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ കറി ഒന്ന് വെന്ത് കുറുകി വരുന്ന സമയത്ത് കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മെയിനായിട്ട് നമുക്ക് അപ്പം തന്നെ കഴിക്കുന്നതിനെക്കാട്ടി ടേസ്റ്റ് പിറ്റേ ദിവസം കഴിക്കുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.